Hi dears, welcome back to our channel and welcome back to new video. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിൽക്ക് ത്രെഡ് ബാംഗിൾ മേക്കിംഗ് വീഡിയോ ആണ്. ഇതിൽ നമുക്ക് വളകൾ എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ബാംഗിളാക്കി മാറ്റാം എന്നാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വളയാണ്. ഇതുപോലെ ഈ ഒരു സൈസിൽ, അതായത് കുറച്ച് വിട്ടുള്ള ടൈപ്പ് 2 വള വേണം. നിങ്ങളുടെ അടുത്ത് കളറൊക്കെ ഫേഡായ പഴയ വളകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് കളറിലുള്ള സിൽക്ക് ത്രെഡ് വേണം, പിന്നെ ഫാബ്രിക് ഗ്ലൂ വേണം, പിന്നെ നമുക്ക് വേണ്ടത് ജംപ് റിങ്സ് ആണ്. ജംപ് റിങ്സ് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ജംപ് റിങ്സ് ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് യൂസ് ചെയ്താണ് നമ്മളിത് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് ഗോൾഡൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. പിന്നെ ജംപ് റിങ്സ് നമുക്ക് ഇതുപോലെ പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലെ സ്പ്രിങ് ആയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് നമ്മൾ പതുക്കെ ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്ലയർ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മളിതുപോലെ സ്പ്രിങ് എടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യം വരുന്ന റിങ്ങിൻ്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലയർ വെച്ച് കണ്ടോ, ഈ രീതിയിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ റിങ്ങും എടുത്തിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്ലയർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ജോയിൻറ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ രീതിയിൽ അതിൻ്റെ ഓപ്പണിങ് ജസ്റ്റ് പ്ലയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ജംപ് റിങ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ചധികം ജംപ് റിങ്സ് ഉണ്ടാക്കിയെടുക്കാം. ജംപ് റിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാംഗിൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാംഗിൾ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു കട്ടിയുള്ള ചട്ട എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഇതുപോലെ ബ്ലാക്ക് ത്രെഡ് നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒരു 20-25 തവണ ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ഒരു സിസർ വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വളയെടുത്ത് കയ്യിൽ പിടിക്കുക. എന്നിട്ട് ഫാബ്രിക് ഗ്ലൂ കുറച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ത്രെഡ് പതുക്കെ ഈ ഗ്ലൂയുടെ മുകളിൽ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ പതുക്കെ ത്രെഡ് ഉള്ളിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഈ ബാംഗിൾ ഫുള്ളായിട്ടും ത്രെഡ് നമ്മൾ ചുറ്റിയെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ത്രെഡ് വെച്ചിട്ട് നമ്മുടെ വള ഫുള്ളായിട്ട് ഇതുപോലെ ചുറ്റി എടുക്കണം. ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ത്രെഡ് കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത പോലെ തന്നെ ത്രെഡ് ഇതുപോലെ ചുറ്റി എടുത്തതിന് ശേഷം സിസർ വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ നിന്ന് വീണ്ടും ത്രെഡ് ചുറ്റിക്കൊണ്ടുവരാം. അതുപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ വള കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാംഗിൾ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ജംപ് റിങ്സും സ്റ്റോൺസും റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബാംഗിളിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ചധികം ഗ്ലൂ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ജംപ് റിങ്സ് ഈ ഗ്ലൂയുടെ മേളിലായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ട്വീസർ യൂസ് ചെയ്താണ് നമ്മുടെ ജംപ് റിങ്സ് ഗ്ലൂയുടെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കൈ വെച്ചും ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത ഗ്ലൂയുടെ മുകളിലായിട്ട് ജംപ് റിങ്സ് ഓരോന്നായിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. വളയുടെ സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വേണം ജംപ് റിങ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ജംപ് റിങ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തേക്കുന്ന ഓരോ ജംപ് റിങ്സിൻ്റെ സെൻട്രലായിട്ട് ഈ ക്രിസ്റ്റൽസ് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ രീതിയിൽ ജംപ് റിങ്സിൻ്റെ സെൻട്രലായിട്ട് ഈ ക്രിസ്റ്റൽ സ്റ്റോൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം.
കണ്ടോ, ഈ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ആദ്യം നമ്മൾ വളയുടെ മേളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വളയുടെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ജംപ് റിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജംപ് റിങ്സിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ക്രിസ്റ്റൽ സ്റ്റോൺ വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഓർഡറിൽ നമ്മൾ വള കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ ഈ ജംപ് റിങ്സ് നന്നായിട്ടൊന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തത് കാണാനായിട്ടൊരു ഭംഗിയൊന്നുമില്ല. പക്ഷേ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഗ്ലൂ ഒട്ടും തന്നെ കാണില്ല. നമ്മുടെ വള കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള പോർഷനും കൂടെ ജംപ് റിങ്സും അതുപോലെ നമ്മുടെ സ്റ്റോൺസും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഓർഡറിൽ നമ്മുടെ വള കംപ്ലീറ്റ് ആയിട്ട് ജംപ് റിങ്സും അതുപോലെ സ്റ്റോൺസും വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ വളകൾ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിലാണ് ഡ്രൈ ആകുമ്പോൾ കാണാനായിട്ടുണ്ടാവാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെൻറ്ററിൽ ഒരു സിൽക്ക് ത്രെഡിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാംഗിളും അതുപോലെ രണ്ട് സൈഡിൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ബാംഗിളും കൂടെ ഇട്ടിട്ട് ഈ രീതിയിൽ വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ബാംഗിൾസ് മാത്രമായിട്ട് വേണമെങ്കിലും ഇടാം. നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊരു ട്രിക്കും കൂടെ ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ഈ ജംപ് റിങ്സിൻ്റെ ഓരോ ജോയിൻറ്റിലും രണ്ട് ജംപ് റിങ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത് മേലെയും താഴെയുമായിട്ട് ഓരോ ക്രിസ്റ്റൽ സ്റ്റോൺസും കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. കണ്ടോ, ഇതുപോലെ ഞാൻ മേലെയും താഴെയായിട്ട് ഓരോ ക്രിസ്റ്റൽ സ്റ്റോൺസും കൂടെ ഇതിൻ്റെ ഇടയിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാംഗിൾസ് കാണാൻ ഒന്നുകൂടെ ഭംഗിയായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാംഗിൾ ഡിസൈനാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. ഇനി ഇതുപോലെയുള്ള ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ വേറെ കിടപ്പുണ്ട്. അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും കുക്കിംഗ് വീഡിയോസും ഉണ്ട്. എല്ലാവരും അതെല്ലാം കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. ഇനി പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സും അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.